ഇറാൻ ഭരണകൂടം ആടി ഉലയുകയാണ്. ഖമനയി ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെയൊക്കെ അവർ വല്ലാത്ത രീതിയിൽ അടിച്ചമർത്താറുണ്ട്. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾക്ക് അവർക്ക് സാധിക്കുന്നില്ല, അവർ പരാജയപ്പെടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം, റിപ്പോർട്ടുകൾ. നമുക്കറിയാം വെനിസ്വലയെ എങ്ങനെയാണ് അമേരിക്ക ആക്രമിച്ചത് എന്നുള്ളത്. അവിടെയുള്ള പ്രസിഡന്റിനെ ഭാര്യയൊക്കെ തട്ടിക്കൊണ്ടുപോയി. അതുപോലെ ഒരു ആക്രമണത്തിന് അമേരിക്ക ഇറാനിൽ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടോ? ഈ ഇറാൻ ഭരണകൂടത്തിനെ മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും നോട്ടമിട്ടിരിക്കുന്നു എന്നും നമുക്ക് അറിയാൻ കഴിയുന്നു. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇറാനെയും വെനിസ്വലയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ സാമ്യങ്ങളുമുണ്ട്, ഒരുപാട് വ്യത്യസ്തതകളുമുണ്ട്. ഇറാൻ ഒരു ഇസ്ലാമിക് രാജ്യമാണ്. ഇസ്ലാമിക് രാജ്യമായ ഇറാനിൽ അമേരിക്കയുടെ ഒരു ഇടപെടലിനെതിരെ ഉണ്ടാകാവുന്ന ഒരു വലിയ തിരിച്ചടിയുണ്ട്. കാരണം ഇസ്ലാം എന്ന മതത്തിൻ്റെ ഒരു ശക്തിയും അത് നിരന്തരമായിട്ട് അമേരിക്കയുമായിട്ട് അത് നടത്തുന്ന ഏറ്റുമുട്ടലും. നേരെ മറിച്ച് വെനിസ്വേലയിൽ ഇടപെടുമ്പോൾ മദൂറോ ഒരു ക്രിസ്ത്യാനി തന്നെയാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ വരുന്നത് ഇദ്ദേഹം സത്യസായി ബാബയുടെ ശിഷ്യനായിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുഴുവൻ മാധ്യമങ്ങളിലും വന്നത്. അദ്ദേഹം സത്യസായി ബാബയുടെ ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട്. സത്യസായി ബാബയുടെ ശിഷ്യയാണ് ഭാര്യ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിലല്ല അദ്ദേഹം ഒരു കടുംപിടുത്തക്കാരനല്ല. അദ്ദേഹം ഒരു മുതലാളിത്ത വ്യവസ്ഥിതിക്ക് ആയിട്ടുള്ള അമേരിക്കയ്ക്ക് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണെന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരിക്കാം. പക്ഷെ ഇതുപോലെ വ്യത്യസ്തതകളുണ്ട്. അപ്പം മദൂറോയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു മതപരമായ പിന്തുണയൊന്നും മദൂറോയ്ക്ക് കിട്ടില്ല. പക്ഷേ ഇറാൻ അങ്ങനല്ല. കാരണം അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇറാനെ ആക്രമിക്കുക എന്ന നമ്മൾ പറയുമ്പോൾ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇറാനിലെ ഷിയാകളുടെ ആത്മീയ ഗുരുവായ അയത്തുള്ള അലി ഖമൈനിയാണ്. ഇപ്പോഴിരിക്കുന്ന ഖമൈനി അലി ഖമൈനിയാണ്. മുമ്പ് ആയത്തുള്ള റഹുള്ള ഖമൈനി ഉണ്ടായിരുന്നു. ഇനിയിപ്പം അലി ഖമൈനിയുടെ മകൻ മുസ്തബയുണ്ട്. അങ്ങനെയുള്ള ഒരു ആത്മീയ നേതൃത്വത്തെ, രാഷ്ട്രീയവും ആത്മീയതയും കൂടെ കലർത്തുന്ന ഒരു നേതൃത്വത്തെയാണ്. അത് വെറും ഒരു രാഷ്ട്രീയ നേതാവിനെ കൈകാര്യം ചെയ്യുന്ന പോലെ അങ്ങനെ അമേരിക്ക കൈകാര്യം ചെയ്യുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. പക്ഷേ അമേരിക്ക ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇടവിട്ട് ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഇറാൻ ഭരണകൂടം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച ഈ ജനകീയ മുന്നേറ്റങ്ങളെ മുഴുവൻ അടിച്ചമർത്തിയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവിടെ മറ്റൊരു പ്രതിസന്ധി കൂടി ഉണ്ടായിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇറാൻ പോവുകയാണ്. ഇറാനി റിയാലിൻ്റെ, ഇറാൻ്റെ കറൻസിയുടെ മൂല്യം വലിയ രീതിയിൽ താഴോട്ട് പോയിരിക്കുകയാണ്. പണപ്പെരുപ്പത്തിൻ്റെ നിരക്ക് 40%. ഇന്ത്യയിൽ പണപ്പെരുപ്പത്തിൻ്റെ നിരക്ക് 1% താഴെയാണെന്ന് ഓർക്കണം. അപ്പൊ 40% പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ ഒരു സാധനം 1 കിലോ മീൻ വാങ്ങാനായിട്ട് രാവിലെ നിങ്ങൾ പോകുന്നു, അതിന് നിങ്ങൾ കിലോയ്ക്ക് 500 രൂപ കൊടുത്തു എന്നിരിക്കട്ടെ. അടുത്ത ദിവസം ആകുമ്പോഴേ, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും അതിൻ്റെ വില 500ന്റെ 40% കൂടി വർദ്ധിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുക, ചിലപ്പം രാവിലെ 500 രൂപയ്ക്ക് വാങ്ങുന്ന മീന് വൈകിട്ട് ആകുമ്പോഴേക്കും അത് 700 രൂപയാകും. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയിലൂടെ ജനത കടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും അവരെ തണുപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുകയോ അത്ര എളുപ്പമല്ല. അതുപോലെ ഇറാനിലെ മൊത്തം 31 പ്രോവിൻസുകളാണ് ഇറാനിലുള്ള. അതിൽ 25 പ്രോവിൻസുകളിലും ജനകീയ പ്രക്ഷോഭം ഇപ്പം നടക്കുകയാണ്. അതായത് ഇറാന്റെ തലങ്ങും വിലങ്ങും ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പ്രക്ഷോഭകാരികൾ വെറും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, ഭക്ഷണത്തിനും അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളതിൻ്റെ വിലക്കയറ്റത്തിനെതിരെയാണ്. അത് കുറച്ചുകൂടെ ഗൗരവമുള്ളതാണ്. അതായത് ഭക്ഷണം കഴിക്കാനില്ലാത്തവൻ പ്രതിഷേധിച്ചാൽ അവന് മറ്റൊന്നും നോക്കാനില്ല. ഈ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉള്ളത്. അതൊരു ഭാഗത്ത്. അതായത് ആഭ്യന്തര കലാപം പെട്ടെന്ന് അടിച്ചൊതുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ഇനി അതിൻ്റെ മറ്റൊരു വശവും കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അതായത് ഇപ്രാവശ്യം
അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു സംയുക്ത ആക്രമണമായിരിക്കും ഇറാനിൽ നടക്കാൻ പോകുന്നത്. ആ ആക്രമണത്തിൽ ഇപ്പോൾ തന്നെ ഇറാന്റെ നേതൃനിരയെ, അതായത് റവല്യൂഷണറി ഗാർഡ്സിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ 2-3 ആൾക്കാരെ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് വധിച്ചു. അവരുടെ റവല്യൂഷണറി ഗാർഡ്സിന്റെ ആത്മവിശ്വാസം വളരെ താഴ്ന്ന നിലയിലാണ്. ഇറാന് പുറത്ത് ഇറാന് പിന്തുണയുമായി നിൽക്കുമായിരുന്ന ഇറാന്റെ സഖ്യ സേനകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഹുതികൾ, അതുപോലെ ഹമാസ്, ഹെസ്ബള്ള, ഇതിൽ ഹമാസും ഹെസ്ബള്ളയും പൂർണ്ണമായിട്ട് ഇസ്രായേൽ തകർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇറാന് നിശ്ചയമായിട്ടും പേടിക്കണം, ഭയപ്പെടണം. കാരണം ഹമാസിന്റെ ഭാഗത്തു നിന്നോ ഹെസ്ബള്ളയുടെ ഭാഗത്തു നിന്നോ ഇറാൻ അനുകൂലമായ ഒരു നീക്കം ഉണ്ടാകാൻ ഇനി നടക്കില്ല. കാരണം അവരെ രണ്ടുപേരെയും നിശേഷം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അപ്പോൾ അമേരിക്ക വളരെ കരുതിക്കൂട്ടി നടത്തിയിട്ടുള്ള ഒരു ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ട്. അതായത് പുറത്ത് നിന്നും ഇറാന് ലഭ്യമാകാവുന്ന സഹായം അമേരിക്ക അങ്ങനെ സഹായിക്കുന്ന ശക്തികളെ മുഴുവൻ തകർത്തു. ഹുതികളാണെങ്കിലും വളരെ ദുർബലമാണ്. അത് ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കും. സൗദിയും UAEയും തമ്മിൽ തന്നെ ഇപ്പോൾ സംഘർഷമാണ്. അതായത് ഗൾഫിൽ തന്നെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഷിയ സുന്നി അഭിപ്രായ വ്യത്യാസമൊക്കെ മറന്ന് മുസ്ലിങ്ങൾ ഒന്നാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സുന്നികളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതും അമേരിക്കയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ്. അതുപോലെ ഇറാന്റെ ആണവശേഷി അമേരിക്ക തൽക്കാലത്തേക്കെങ്കിലും അമേരിക്ക തകർക്കുകയോ അല്ലെങ്കിൽ അത് ദുർബലമാക്കുകയോ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഇറാനിലെ ഭരണകൂടത്തെ ആക്രമിക്കാനുള്ള എല്ലാ അടിസ്ഥാന സാഹചര്യവും അമേരിക്ക ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെ അടിസ്ഥാന സാഹചര്യം ഒരുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആക്രമണത്തിൽ തിരിച്ചടിക്കാനായിട്ട് ഇറാനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇറാന്റെ കൈവശം വളരെ പൗരാണികമായ ഹെലികോപ്റ്ററുകളൊക്കെയാണുള്ളത്. സ്വാഭാവികമായിട്ടും സ്പെയർ പാർട്സ് പോലും ഇല്ലാത്ത വിമാനങ്ങളാണ്. വ്യോമ പ്രതിരോധത്തിന് ഇറാൻ വളരെ ഒരുപാട് പരിമിതികളുണ്ട്. ഇറാന് പിന്നെ കൈവശമുള്ളതെന്ന് പറഞ്ഞാൽ ഇറാന്റെ ഡ്രോണുകളും റോക്കറ്റുകളുമാണ്. പക്ഷേ ഈ ഡ്രോണുകളും റോക്കറ്റുകളൊന്നും അമേരിക്ക വരെ എത്തില്ല. പരമാവധി ഇസ്രായേൽ വരെ എത്താം. ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിൽ ഇറാൻ വളരെ ദുർബലമാണ്. അവരുടെ എണ്ണ അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവരുടെ ധനശേഷി പൂർണ്ണമായിട്ടും ഇല്ലാതാകും. രാജ്യത്ത് പട്ടിണി വരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ പ്രക്ഷോഭം വലിയ രീതിയിൽ വരും. ഏറ്റവും ഒടുവിൽ ചില ഏജൻസികൾ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അയത്തുള്ള അലി ഖൊമൈനി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നാണ്. അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ മകനായ മുസ്തഫയെ ഖമൈനിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, തൻ്റെ അവകാശിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, അനന്തരാവകാശിയായ അദ്ദേഹത്തെ പുതിയ ഖമൈനിയായിട്ട് അതുപോലെ തന്നെ ഷിയാകളുടെ ആത്മീയ ഗുരുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അയത്തുള്ള അലി ഖൊമൈനി ഇറാൻ വിട്ട് ഓടിപ്പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു നേതൃത്വത്തിന്റെ ഒരു ആത്മവിശ്വാസം എക്കാലത്തെയും താഴ്ന്ന നിലയിൽ നിൽക്കുകയാണ്. പിന്നെ മാത്രവുമല്ല, തൊട്ടടുത്ത പാകിസ്ഥാനിൽ നിന്നും ഇറാൻ ഒരു സഹായവും കിട്ടില്ല. തൽക്കാലം അഫ്ഗാനിസ്ഥാനുമായിട്ടും താലിബാനുമായിട്ടും അമേരിക്ക വളരെ അല്ലെങ്കിൽ ഒരു അവർ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് വലിയ ഇളവ് വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇറാന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ഇറാന്റെ കിട്ടാവുന്ന സഹായത്തെ എല്ലാം മുൻകൂട്ടി തന്നെ തകർത്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഹെസ്ബള്ള, ഹമാസ്, ഹുതികളെ ഇവരെ എല്ലാം തകർത്തു. പാകിസ്ഥാനെ കയ്യിലെടുത്തു. താലിബാനെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്ക നിശ്ചയമായിട്ടും ഇറാനെ ആക്രമിക്കും. അത് ഈ വർഷം തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമായിരിക്കും. കാരണം 1978 ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ സൈന്യം ഇറാനിൽ എത്തിയിട്ട് വളരെ നാണം കെട്ട് അവർക്ക് തിരിച്ചു വരേണ്ട വന്നു. അവിടെ ഒരു അമേരിക്കൻ എംബസിയെ അവിടെ ഇറാനിലെ ഈ കലാപകാരികൾ അല്ലെങ്കിൽ ഇസ്ലാമിക വിപ്ലവം നടത്തുന്നവർ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയിരുന്നു. അവരെ രക്ഷപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമം അന്ന് പരാജയപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവിടെ ഷിയാകളുടെ ആത്മീയ നേതൃത്വത്തെ തകർക്കുകയും ഇറാനെ അവരുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുകയും ജനാധിപത്യം അവിടെ കൊണ്ടുവരികയും ചെയ്യും എന്നുള്ള ആ ഒരു ലക്ഷ്യം അമേരിക്ക സാധിക്കുകയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ജനതയുടെ മുന്നിൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കും. എന്തായാലും
വരുന്ന ദിവസങ്ങളിൽ പിന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം റേസ പഹൽവി എന്ന് പറയുന്ന മുൻ ഷായുടെ മകൻ, കിരീടാവകാശിയായ ഇറാൻ ഭരണാധികാരിയായിരുന്ന ഷായുടെ മകൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ജനങ്ങളോട് കലാപത്തിന് റേസ പഹൽവിയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണയുണ്ട്. ഇറാന്റെ സഖ്യകക്ഷികളൊക്കെ ദുർബലമാണ്. റഷ്യക്ക് ഏതായാലും അവിടെ ഒന്ന് ഇടപെടാൻ സാധിക്കില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ചൈനയ്ക്കും വലിയൊരു തിരിച്ചടിയായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ച് ഇത് ഏറ്റവും ആവശ്യമുള്ള ഒരു ഇടപെടലായിരിക്കുമെന്നാണ്. ട്രംപ് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ഇത് ട്രംപിനെ സഹായിക്കും. എന്തായാലും ഇറാനിലെ ഭരണകൂടം അപകടത്തിലാണ്, ഖമൈനിമാരുടെ ഭരണം അപകടത്തിലാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. താങ്ക് യു.